പുതിയൊരു പണി എനിക്ക് വന്നേക്കുന്നത്. ആ മെസ്സേജ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു വിദേശ വനിതയുടെ പേരിലുള്ള ഫോണാണ്. പക്ഷേ ഇന്ത്യയിലെ ടെലിഫോൺ ഇത് മൊബൈലിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇത് ആർക്കും അയക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഈ അയക്കുന്നത്. എന്തോന്നറിയോ, എന്നെ ഉദ്ദേശിച്ച എനിക്ക് വേണ്ടി കറക്റ്റായിട്ട് അയച്ചേക്കുന്നതാണ്. അതായത് ഐ ഹാവ് ഫണ്ട്സ് വിത്ത് മീ ഫോർ ചാരിറ്റി. എൻ്റെ കയ്യിൽ ചാരിറ്റിക്ക്, അതായത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ എൻ്റെ കയ്യിൽ നല്ല ഫണ്ടുണ്ട്. ഗിവ് യുവർ ഡീറ്റെയിൽസ് സോ ദാറ്റ് ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ആ ചാരിറ്റിക്ക് ഞാൻ നടത്താൻ വേണ്ടി എനിക്ക് പണം അവൾ അയച്ചു തരാമെന്ന്. കേട്ടോ, അവളെ തന്തയ്ക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇനി വന്നാൽ മതി. ഇത് ചാരിറ്റിക്ക് കൊടുക്കാനേ പണം എനിക്ക് അയച്ചു തരാമെന്ന്. അതിന് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ, എന്തൊക്കെയാ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല, അത് തുറന്നിട്ടില്ല. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത് എനിക്കൊരു ഊഹമുണ്ട്. കാരണം ചാരിറ്റിയുടെ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണ്ടേ, അതിന് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. പിന്നെ അത് IFSC കോഡ്, KYC മുതലായ എല്ലാ വിവരങ്ങളും വേണ്ടി വരും. കേട്ടോ, അതാണ് പുതിയ പരിപാടി. ഇത് കാണുന്നവരെന്തെന്നായിരിക്കാം, ഏതാണ്ട് ഒരു വിദേശ വനിതയല്ലേ, ഒരുപാട് കാശ് തരാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് എന്തായാലും അതിൽ നിന്ന് കുറേ അടിക്കാം എന്ന് വിചാരിച്ച് എന്നെ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എനിക്കൊരു സങ്കടമുണ്ട്. അതായത് ചാരിറ്റിക്ക് ആരെങ്കിലും ഒരു പൈസ എൻ്റെ കയ്യിൽ തന്നാൽ അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ അധികം ഇട്ട് ഞാൻ കൊടുക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അല്ലാതെ അത് ഞാൻ എടുത്ത് തിന്നത്തില്ല. അതെന്നെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ ഇതുപോലും ഇല്ലാതാണ് ഇത് എഴുതി അയച്ചേക്കുന്നത്. ഇതുപോലുള്ള തട്ടിപ്പുകൾ നിങ്ങൾക്ക് വരും. ചാരിറ്റിക്ക് പണം അയച്ചു തരാം എന്ന് നിങ്ങളുടെ ചോദിക്കും. ഇത് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പറ്റി കാണും, ഉറപ്പാണ്. ഞാനിത് തുറന്നു പറഞ്ഞത്, എനിക്കിത് വന്നേക്കുന്നതിൻ്റെ മൊബൈലിൽ ഇപ്പോഴും ആ മെസ്സേജ് കിടപ്പുണ്ട്. അത് ഞാൻ അത് സൂക്ഷിച്ച് വെച്ചേക്കുക. ഒരു ഇന്ത്യൻ നമ്പറാണ് ആ വന്നേക്കുന്നത്. 91 വരുന്ന ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് ആ വന്നേക്കുന്ന മൊബൈൽ നമ്പർ. വിദേശ നമ്പരല്ല. അല്ലെ വിദേശ നമ്പർ ആണെങ്കിൽ പോലും അത് ഇന്ത്യയിൽ നിന്ന് വന്നേക്കാണ് കോളെല്ലാം എനിക്ക് മെസ്സേജാണ് വന്നേക്കുന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞെങ്കിൽ ഈ മെസ്സേജ് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ചാരിറ്റിക്ക് പണം അയച്ചു തരാം. നല്ലത്. ഇത് ജനങ്ങൾ ഒരു കാര്യം ചെയ്യണം, ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഈ അക്കൗണ്ട് നമ്പർ ആർക്കും നിങ്ങൾ കൊടുക്കരുത്. ഏത് CBIക്കാരോ പോലീസുകാരോ ആര് ചോദിച്ചാലും സൗകര്യപ്പെടിയല്ല എന്ന് വിളിച്ച് പറയണം. അതാ വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് കേസുണ്ട്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേക്കാണ്, വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് രാത്രി മൊത്തം അവിടെ നിർത്തിയേക്കാണ്. വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടെ നിന്നതാണ്. ഇത് നിൽക്കുക, എന്തിനിങ്ങനെ ചെയ്യുന്നു? ഇത്രയും വിട്ടിത്തം കാണിക്കേണ്ട കാര്യമുണ്ടോ? അറസ്റ്റ് ചെയ്യുന്നതിന് വന്ന് വീട്ടിൽ വന്നങ്ങ് പിടിച്ചോണ്ട് നോക്കൂ, ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ ഇനി വരാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇനി വരാൻ പറഞ്ഞാൽ മതി, അതോട് തീർന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയാം, എന്നിട്ട് അവർ അത് കൈകാര്യം ചെയ്തോളൂ. ഇത്രയൊന്നും നിങ്ങളൊന്ന് പറയാമോ? പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇനി ഒരിക്കലും വഞ്ചിതരാകരുത്. 1 രൂപ പോലും ഇങ്ങനെ പോകരുത്. ഇതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആര് വന്നാലും, എന്ത് ഡീറ്റെയിൽസ്, പറ്റാത്ത ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ അപ്പോഴവിടെ നിർത്തിക്കൊള്ളണം. നോ, നത്തിങ്. അവിടെ മതി, അതാ വേണ്ടത്. നിങ്ങൾക്ക് പണം വെറുതെ കിട്ടിയിട്ടുണ്ട്, ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. പണ്ട് മൈക്രോസോഫ്റ്റ് ലോട്ടറി ആയിരുന്നു വരുന്നത്. എനിക്കും ഇഷ്ടംപോലെ ലോട്ടറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് വാങ്ങിക്കാൻ പോയിട്ടില്ല, വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് വഞ്ചിതരാകരുത്, സൂക്ഷിക്കുക. മാത്രമല്ല, ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഒരാപ്പ് തന്നെയാണത്. ഈ ലോൺ ആപ്പ്, ഈ ആപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. യവന്മാരുടെ ഇന്ന് പൈസ എടുത്താൽ ഈ ഷൈലോക്കുമാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ നന്നാക്കാൻ അവർ വരികയല്ല, നിങ്ങളുടെ പണം പിടിച്ചു പറിക്കാൻ വരികയാണ്. കാരണം ഇത് ഈ പാവങ്ങളെ, മര്യാദക്കാരെ എല്ലാം വശത്താക്കി എടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക, വഞ്ചിതരാകാതിരിക്കുക.